അനുദിന വിശുദ്ധർ ഒക്ടോബർ 22 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. 1920 മെയ് 18 എമിലിയ കാരോൾ വോയ്റ്റിവ എന്നീ ദമ്പതികളുടെ മകനായി പോളണ്ടിലെ വഡോവൈസിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജനനം. ഈ ദമ്പതികളിലുണ്ടായ 3 മക്കളിൽ മൂന്നാമത്തവനായിരുന്നു വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ അമ്മ 1929 മൂത്ത സഹോദരൻ എഡ്മണ്ട് 1932 സൈനികോദ്യോഗസ്ഥനായ പിതാവ് 1941 മരണമടഞ്ഞു. തൻ്റെ 9ാമത്തെ വയസ്സിലാണ് വിശുദ്ധൻ ആദ്യ കുർബാന സ്വീകരിച്ചത്. സ്ഥൈര്യലേപനം സ്വീകരിച്ചത് 18ാമത്തെ വയസ്സിലുമാണ്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം 1938 കാർക്കോവിലെ ജാഗോല്ലോനയിൽ സർവകലാശാലയിൽ ചേർന്നു. 1939 നാസികൾ സർവകലാശാല അടച്ചപ്പോൾ ജർമ്മനിയിലേക്ക് നാടുകടത്താതിരിക്കുവാനും ജീവിത ചിലവിനുമായി അദ്ദേഹം ഒരു ഖനിയിലും പിന്നീട് സോൾവൈ കെമിക്കൽ കമ്പനിയിലും ജോലി ചെയ്തു. ആ കമ്പനിയിൽ ജോലി ചെയ്ത കാലഘട്ടം 1940 തുടങ്ങി 1944 വരെയാണ്. പൗരോഹിത്യ ജീവിതത്തിനായി താൻ വിളിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടായ വിശുദ്ധൻ ആഡം സ്റ്റെഫാൻ സബിയഹ മെത്രാപ്പൊലീത്തയുടെ ഉപദേശപ്രകാരം കാർക്കോവിലെ ക്ലാൻഡൻസ്റ്റിൽ ആശ്രമത്തിൽ ചേർന്നു തൻ്റെ പഠനം തുടർന്നു. യുദ്ധത്തിന് ശേഷം 1946 നവംബർ 1 കാർക്കോവിൽ വെച്ച് പുരോഹിത പട്ടം സ്വീകരിക്കുന്നത് വരെ കാരൾ പുതുതായി തുറന്ന സെമിനാരിയിലും ജാഗെല്ലോയിനിയൻ സർവകലാശാലയിലെ ദൈവശാസ്ത്ര വിദ്യാലയത്തിലും തൻ്റെ പഠനം തുടർന്നു. ഇതിനിടെ കർദിനാൾ സബിയഹ ദൈവശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദം നേടുന്നതിനായി കരോൾ ജോസഫിനെ 1948 റോമിലേക്ക് അയച്ചു. കുരിശിൻ്റെ വിശുദ്ധ ജോണിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്ന വിശ്വാസം എന്ന വിഷയത്തിലാണ് വിശുദ്ധൻ തൻ്റെ പ്രബന്ധം എഴുതിയത്. റോമിൽ വിദ്യാർത്ഥിയായിരിക്കെ വിശുദ്ധൻ തൻ്റെ അവധിക്കാലങ്ങൾ ഫ്രാൻസിലെയും ബെൽജിയത്തിലെയും ഹോളണ്ടിലെയും പോളണ്ട് അഭയാർത്ഥികൾക്കിടയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയായിരുന്നു ചെലവഴിച്ചിരുന്നത്. 1948 ഫാദർ കാരൾ പോളണ്ടിലേക്ക് തിരിച്ചു വരികയും കാർഗോവിനടുത്തുള്ള നിഗോവിലയിലെ ഇടവക പള്ളിയുടെ സഹവികാരിയായി ചുമതലയേൽക്കുകയും ചെയ്തു. പിന്നീട് നഗരത്തിലെ വിശുദ്ധ ഫ്ലോരിയാൻ പള്ളിയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1951 വരെ അദ്ദേഹം യൂണിവേഴ്സിറ്റി ചാപ്പൽ പുരോഹിതനായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും പഠനങ്ങളിൽ മുഴുകി. 1953 മാക്സ് ഷെല്ലർ വികസിപ്പിച്ച സാൻമാർഗിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ സാൻമാർഗികത പാകുന്നതിലുള്ള സാധ്യതകൾ എന്ന തൻ്റെ പ്രബന്ധം ജാഗെല്ലോനിയൻ സർവകലാശാലയിൽ സമർപ്പിച്ചു. പിന്നീട് അദ്ദേഹം കാർഗോവിലെ സെമിനാരിയിൽ ധാർമ്മിക ദൈവശാസ്ത്ര പ്രൊഫസറും ലുബ്ലിനിയിലെ ദൈവശാസ്ത്ര അധ്യാപകനുമായി തീർന്നു. 1958 ജൂലൈ 4 പിയൂസ് 12 മാർപ്പാപ്പ ഫാദർ കരോളിനെ കാർഗോവിലെ സഹായക മെത്രാനായി നിയമിച്ചു. 1958 സെപ്റ്റംബർ 28 യുജനിയൂസ് ബാസിയാക് മെത്രാപ്പൊലീത്ത വിശുദ്ധനെ കാർഗോവിലെ വാവൽ ഭദ്രാസന പള്ളിയിൽ നിയമിച്ചു. 1964 ജനുവരി 13 പോളാറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ കാർഗോവിലെ മെത്രാനായി നിയമിച്ചു. 1967 ജൂൺ 26 കർദിനാളായി ഉയർത്തി. ഇതിനിടെ വിശുദ്ധൻ 2ാം വത്തിക്കാൻ കൗൺസിലിൽ പങ്കെടുക്കുകയും അജപാലന ഭരണഘടനയുടെ നിർമ്മാണത്തിൽ കാര്യമായ പങ്കുവഹിക്കുകയും ചെയ്തു. തൻ്റെ പാപ്പാ സ്ഥാനലബ്ധിക്ക് മുമ്പുണ്ടായിരുന്ന മെത്രാന്മാരുടെ 5 സുനഹദോസുകളിലും വിശുദ്ധൻ പങ്കെടുത്തിരുന്നു. 1978 ഒക്ടോബർ 26 കർദിനാൾ കരോൾ വോയ്റ്റിലയെ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തു. ഒക്ടോബർ 22 ജോൺ പോൾ രണ്ടാമൻ എന്ന പേരിൽ അദ്ദേഹം ആഗോള സഭയുടെ അജപാലക ദൗത്യം ആരംഭിച്ചു. ഇറ്റലിയിൽ ഏതാണ്ട് 146ഓളം പ്രേക്ഷിത സന്ദർശനങ്ങൾ അദ്ദേഹം നടത്തി. റോമിൻ്റെ മെത്രാൻ എന്ന നിലയ്ക്ക് ഇപ്പോഴത്തെ 322 റോമൻ ഇടവകളിൽ 317ലും പാപ്പ സന്ദർശനം നടത്തിയിരുന്നു. വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിലും തീക്ഷ്ണമായ അജപാലന ഔത്സുക്യം കൊണ്ടും അദ്ദേഹം നടത്തിയ രാജ്യാന്തര അപ്പസ്തോലിക യാത്രകൾ ഏതാണ്ട് 104ഓളം വരും. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ 14 ചാക്രിക ലേഖനങ്ങളും 15 അപ്പസ്തോലിക ഉപദേശങ്ങളും
11 അപ്പസ്തോലിക ഭരണഘടനാ നിർദ്ദേശങ്ങളും 45 അപ്പസ്തോലിക കത്തുകളും ഉൾപ്പെടുന്നു. വിശുദ്ധൻ 5 പുസ്തകങ്ങളുടെ രചനയും നടത്തിയിട്ടുണ്ട്. ക്രോസിംഗ് ദി ത്രഷോൾഡ് ഓഫ് ഹോപ്പ് 1994 ഒക്ടോബറിന്, ഗിഫ്റ്റ് ആൻഡ് മിസ്റ്ററി ഓൺ ദി 15th ആനിവേഴ്സറി ഓഫ് മൈ പ്രീസ്ലി ഓർഡിനേഷൻ 1996 നവംബർ, റോമൻ ട്രിപ്പറ്റിക് മീഡിയേഷൻസ് ഇൻ പോയട്രി 2003 മാർച്ച്, റൈസ് ലൈറ്റ് അസ് ബി ഓൺ യുവർ വേ 2004 മാർച്ച്, മെമ്മറി ആൻഡ് ദ ഐഡൻറ്റിറ്റി 2005 ഫെബ്രുവരി എന്നിവയാണ് പുസ്തകങ്ങൾ. ആഗോളസഭയുടെ തലവൻ എന്ന നിലയിൽ അദ്ദേഹം ഏതാണ്ട് 147ഓളം നാമകരണങ്ങൾ നടത്തി. 9 പ്രാവശ്യമായി 230ഓളം കർദിനാൾമാരെയും അദ്ദേഹം തിരഞ്ഞെടുത്തു. കർദിനാൾമാരുടെ 6ഓളം സഭാസമ്മേളനങ്ങളിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. 1978 മുതൽ മെത്രാന്മാരുടെ ഏതാണ്ട് 15ഓളം സുനഹദോസുകൾ നടത്തി. 6 സാധാരണ യോഗങ്ങൾ 1980, 1983, 1987, 1990, 1994, 2001 എന്നിങ്ങനെ 6 സാധാരണ യോഗങ്ങളും ഒരു പ്രത്യേക പൊതുയോഗം 1985 നടത്തുകയുണ്ടായി. കൂടാതെ 8 പൊതുയോഗങ്ങൾ, പ്രത്യേക യോഗങ്ങൾ 1980, 1991, 1994, 1995, 1997, 1998 2, 1999 1, അങ്ങനെ വിശുദ്ധൻ വിളിച്ചു കൂട്ടിയിരുന്നു. 1981 മെയ് 3 സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ചുണ്ടായ ഒരു വധശ്രമത്തിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ സഹായത്താലാണ് വിശുദ്ധൻ രക്ഷപ്പെട്ടത്. നീണ്ട ആശുപത്രിവാസത്തിനിടയ്ക്ക് തന്നെ വധിക്കുവാൻ ശ്രമിച്ച ആൾക്ക് അദ്ദേഹം മാപ്പ് നൽകി. ധീരമായ ഇത്തരം നടപടികളിലൂടെ വിശുദ്ധൻ തനിക്ക് ലഭിച്ചിട്ടുള്ള അജപാലന വരദാനങ്ങളെ കൂടുതൽ അനുഗ്രഹദായകമാക്കി. ധാരാളം പുതിയ രൂപതകൾ സ്ഥാപിക്കുവാനും സഭയുടെ ലേഖനങ്ങൾ ലത്തീൻ കത്തോലിക്കർക്കും പൗരസ്ത്യദേശത്തെ പള്ളികൾക്കുമുള്ള തിരുസഭാ നിയമങ്ങൾ നിലവിൽ വരുത്താനും അദ്ദേഹം പ്രയത്നിച്ചു. ഉയർപ്പിൻ്റെ വർഷം, മരിയൻ വർഷം, വിശുദ്ധ കുർബാനയുടെ വർഷം, ജപമാല വർഷം തുടങ്ങിയവയും കൂടാതെ AD 2000 ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചതും ജോൺ പോൾ II മാർപ്പാപ്പയാണ്. ലോക യുവജന ദിനം നടത്തിയത് മൂലം ധാരാളം യുവാക്കളെയും യുവതികളെയും സഭയിലേക്ക് ആകർഷിക്കുവാൻ വിശുദ്ധന് കഴിഞ്ഞു. ഏതാണ്ട് 1,76,00,000 തീർത്ഥാടകരെയാണ് അദ്ദേഹം തൻ്റെ ബുധനാഴ്ച തോറുമുള്ള പൊതുപ്രസംഗത്തിലൂടെ ഏതാണ്ട് 1160ഓളം പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം അഭിസംബോധന ചെയ്തത്. പ്രത്യേക അവസരങ്ങളിലെ അഭിസംബോധനകളും മതപരമായ ചടങ്ങുകളിലെ പ്രസംഗങ്ങളും മേൽപ്പറഞ്ഞ കണക്കിൽപ്പെടുകയില്ല. 80 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ജൂബിലി വർഷമായ 2000 മാത്രം റോമിൽ എത്തിയത്. ഇറ്റലിയിലും ലോകം മുഴുവനുമായി നടത്തിയുള്ള പ്രേക്ഷിത സന്ദർശനങ്ങളിൽ ദശലക്ഷക്കണക്കിന് വിശ്വാസികളെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി എണ്ണമറ്റ സർക്കാർ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയുമായിട്ടും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഏതാണ്ട് 38 ഔദ്യോഗിക സന്ദർശനങ്ങളും 738 പൊതുയോഗങ്ങളും വിവിധ രാഷ്ട്രത്തലവന്മാരുമായും 246 പൊതുയോഗങ്ങൾ പ്രധാനമന്ത്രിമാരുമായും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 2005 ഏപ്രിൽ 2 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ തൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഏപ്രിൽ 8 സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് വിശുദ്ധൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുകയും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ കല്ലറയിൽ അടക്കുകയും ചെയ്തു. 2011 മെയ് 1 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. 2014 ഏപ്രിൽ 27 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ജോൺ പോൾ II മാർപ്പാപ്പയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്.